കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളെ 5 പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കട്ടിലിൽ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പ്രതികളായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെ കുറെ ക്രൂരന്മാരെ വളർത്തിയെടുക്കുന്ന ഇവരെയൊക്കെ 4 ആള് കാണട്ടെ. അവരുടെയൊക്കെ പോരായ്മ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സ്വന്തം മക്കളെ അടിച്ച് വളർത്താത്തതിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ഒരു സംഭവം ഉണ്ട്, അടിച്ച് വളർത്തിയാൽ അതൊക്കെ വലിയ കേസാണെന്നുള്ളത്. അപ്പോൾ ഇതിന് വരും ബാലാവകാശ കമ്മീഷനൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഈ പയ്യന്മാർ ഈ കുട്ടിയെ ചെയ്ത ഒരു വീഡിയോന്റെ ബ്ലറായിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്. ഇതിൽ തന്നെ എത്ര ഭീകരതയാണെന്ന് കാണാം. 1 2 4 5 6 7 8 കോമ്പസ് കൊണ്ട് കാലിൽ കുത്തിയിട്ട് ഓട്ട വീണു. കേട്ടാ, പറഞ്ഞിട്ടില്ലേ? എന്താണിത് കുത്തിയിട്ടും അവന്റെ കരച്ചിൽ വരാൻ ഇത്ര വൈകുന്നത് എന്ന് ക്യൂരിയോസിറ്റിയാണ് സീനിയേഴ്സിന്. ഒരു പയ്യന്റെ കൈ കെട്ടിയിട്ടിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. ജനനേന്ദ്രത്തിന്റെ മുകളിൽ ഡംബിൾസ് കയറ്റി വെക്കുന്നു, കെട്ടി തൂക്കുന്നു. അതേപോലെ നാഭി അടിവയറിന്റെ മുകളിൽ കോമ്പസ് കൊണ്ട് റൗണ്ട് ഇടുന്നു. ശരീരം മുഴുവൻ മുറിവാക്കുന്നു. മുറിവായ ഭാഗത്തൊക്കെ ഷാമ്പു പോലെയുള്ള ലോഷൻസ് ഒഴിച്ച് നീറിക്കൊണ്ടാണ് ആ കുട്ടി കരയുന്നത്. അത് കൂടാതെ കണ്ണിലും വായയിലും ഒക്കെ ഒഴിക്കുന്നുണ്ട്. ചീറിക്കഴിഞ്ഞാൽ അപ്പോൾ വായയിലും കൂടി ഒഴിക്കുക എന്നുള്ളതാണ്. ഈ ക്രൂരകൃത്യമൊക്കെ നടക്കുന്നത് വാർഡന്റെ റൂമിന്റെ തൊട്ടപ്പുറത്താണ്. അയാളത് ഒന്നും അറിയില്ല, 2 വിട്ട് കിടക്കവും അത്രേ ഉള്ളൂ. ഈ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ വേണം. എന്തല്ല, കുട്ടി കിടന്ന് ചീറുമ്പോഴും ഈ നാറികൾ കിടന്നിട്ട് ഭയങ്കര സന്തോഷം അവർക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ചിരിയൊക്കെ വരുന്നു. ആ ചിരിയൊക്കെ മോന്തടിച്ച് തിരിച്ച് പല്ല് പുറത്തെടുക്കുക വേണ്ടത് നാറികളുടെ. ഇവരുടെ രക്ഷിതാക്കളൊക്കെ എന്താ പറയാ? ഇവരെ രക്ഷിതാക്കളെയും പുറം ലോകത്തേക്ക് കാണിക്കണം, നിർബന്ധമായും കാണിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ അതിനെ വളർത്തിയെടുത്തിട്ടുണ്ടല്ലോ. ഇരയാക്കപ്പെട്ട ആ ഒരു കുട്ടികളുണ്ടല്ലോ, ഇവരനുഭവിച്ച ഈ ഒരു വേദനയും കാര്യങ്ങളൊന്നും ഈ പ്രതികൾക്ക് കിട്ടില്ല. അവരൊക്കെ നിയമത്തിന്റെ ഉള്ളിൽ തന്നെ അടിപൊളി ഇങ്ങനെ കൊണ്ടെടുക്കും, ഉള്ളം കയ്യിൽ കൊണ്ടെടുക്കും പോലീസുകാരൊക്കെ. കാരണം എന്താ വെച്ചാൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നല്ല പടവടക്കുക വേണ്ടത് നാറികളുടെ. ഓക്കെ, ഈ ചെക്കന്മാരുടെ പേരും വിവരങ്ങളും ഒന്ന് കേട്ടോക്കെ നിങ്ങള്. വിദ്യാർത്ഥികളായ 6 പേരാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. 3 മാസം നീണ്ട റാഗിങ് സഹിക്കാനാകാതെ വന്നതോടെ ഇവർ പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു. അന്വേഷണം നടത്തിയ പോലീസ് ക്രൂരപീഡനമാണെന്ന് പിന്നീട് കണ്ടെത്തി. തുടർന്ന് കോട്ടയം സ്വദേശികളായ സാമുവൽ, വിവേക്, മലപ്പുറം സ്വദേശികളായ റിജിൽജിത്ത്, രാഹുൽ രാജ്, വയനാട് സ്വദേശി ജീവ എന്നിവരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ചെക്കന്മാരെ പേരൊക്കെ കിട്ടിയല്ലോ. ചില ആളുകൾ ചില പേരുകൾ തെരഞ്ഞു നടക്കുന്ന ആളുകളുണ്ടാവും. മലപ്പുറമൊക്കെ ഉള്ളത് കൊണ്ട് പറയാണ്. അതൊന്നും ഇല്ല കേട്ടോ ഇതില്. ഞാൻ ആ പേരും പറഞ്ഞ് ആരും വരാൻ നിൽക്കല്ലേ. മതത്തിന്റെ പേര്, രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നും ഇതിൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. ഇത് ചെയ്ത ഊളത്തരം ചെയ്തത് ഇനി എത്ര പടച്ച തമ്പുരാന്റെ മോനാണെങ്കിൽ പോലും ശിക്ഷ അനുഭവിക്കുന്നതേനോ. ഞാൻ കാര്യമായിട്ട് പറയാം, ഇവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും മരവിപ്പിക്കണം. ജോലി പോലും കിട്ടാതെ തെണ്ടിയാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ റാഗിങ് എന്ന പേരിൽ ക്രൂരത ചെയ്യുന്ന ആളുകളൊക്കെ അത് മുൻകൂറായിട്ട് ഒരു മനസ്സിലേക്ക് ഇരിക്കട്ടെ. അയ്യോ, റാഗിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം കൂട്ടായി എന്ന് തോന്നണം, എന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ആ പ്രിൻസിപ്പിൾ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് കേൾക്കാം. ദിവസവും തന്നെ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരൻറ്റ്, അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമായിട്ട് ഇത് തന്നെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് കയറ്റണം. എന്നിട്ട് അവർക്ക് പാലും മുട്ടൊക്കെ കൊടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ വളർത്തിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് നഴ്സാക്കിയിട്ട് കയ്യിലൊരു കടാരിയും കൊടുത്തിട്ട് രോഗികളുടെ മുന്നിലേക്ക് വിടണം. അവർ കഴുത്തറത്തങ്ങ് തീർത്തോട്ടെ. അതൊക്കെയാണ് ചെയ്യേണ്ടത്. നല്ല പ്രിൻസിപ്പിൾ. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാസമായിട്ട് ഒരു തരത്തിലുള്ള റിപ്പോർട്ടും വന്നിട്ടില്ല എന്നുള്ളത്. അവിടെയുള്ള ജൂനിയേഴ്സ് കുട്ടികളുടെ കയ്യിൽ നിന്നും മാസം 800 രൂപ ഒക്കെ കയ്യിൽ നിന്നും അപഹരിക്കുന്നു, കത്തി കാണിച്ച് വാങ്ങുന്നു. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കുമെന്ന് പറയുന്നു. ഇതൊന്നും ഇവരെ അറിയുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഒരു വാർഡന്റെ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമുകളിൽ ഇരുന്നിട്ടാണ്. അയാളുടെ ന്യായീകരണം കൂടി ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ഫസ്റ്റ് ഇയർ ഈ ഹൗസ് കീപ്പറുടെ തൊട്ടടുത്ത 2 മുറികളിലാണ് ആദ്യവർഷ വിദ്യാർത്ഥികളായ ഈ വിക്ടിംസ് താമസിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നമ്മൾ നടത്തിയ ആദ്യത്തെ പ്രിലിമിനറി മീറ്റിങ്ങിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള മീറ്റിംഗാണ് നടത്തിയത്. കുട്ടികളിത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു ചോദിച്ചു, എന്തേത് നീ എന്നോട് പറയാഞ്ഞേ? നല്ല സുഖമുള്ള പരിപാടിയാണ്. എന്തേ നീ ഇതൊന്നും പറയാഞ്ഞേ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എനിക്ക് ഒരു സംശയമുള്ള വെച്ചാൽ ഇയാളെയും കൂടി ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇനി ഈ കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന പൈസ ഇയാൾ വാങ്ങുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. തൊട്ടപ്പുറത്ത് കിടക്കുന്ന റൂമിൽ ഇതൊന്നും അറിയുന്നില്ല എന്ന്. അതായത് ഒരു ഹോസ്റ്റൽ വാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന റൂമിൽ കിടന്നുറങ്ങുക എന്നുള്ളതാണോ?
കറണ്ട് പോയി എന്നാലും പറയാം. അയാൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഹോസ്റ്റലിൽ രാത്രി കാലങ്ങളിൽ ഒരു റൗണ്ട് നടക്കുന്ന ഒരു പരിപാടിയെങ്കിലും ചെയ്യണ്ട എൻ്റെ പൊന്നു വാടനെ. നിങ്ങൾ കൃത്യമായി ഒത്താശ ചെയ്തിട്ടുണ്ട്. എന്നൊരു ഡയലോഗ്, എന്തേ എന്നെ അറിയിക്കാഞ്ഞെന്ന്. എന്തേ എന്നെ അറിയിക്കാഞ്ഞ് എന്നല്ല പറയേണ്ടത്, എന്തേ ഞാനത് കണ്ടില്ല, എനിക്കത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്വയം വിമർശനം ഏറ്റുവാങ്ങേണ്ട ഒരു മനുഷ്യനാണ് ആ വാർഡൻ. എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ വളർത്തിയെടുക്കുന്ന സമൂഹത്തിന് എന്ത് പറയാനാണ്? കാണുന്ന സിനിമകൾ നല്ല രീതിയിൽ പ്രചോദനം കൊള്ളുന്നുണ്ട്, അത് ഉറപ്പായി. ഈ കുട്ടികളെ നോവിക്കാനും വരയിടാനൊക്കെ ബ്ലേഡ് കൊണ്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് സിനിമ നല്ല പ്രചോദനമാണ്. പിന്നെ കിട്ടുന്ന ലഹരി ഏതൊക്കെ ഉപയോഗിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. കൃത്യമായി ബ്ലഡൊക്കെ പരിശോധിക്കുക, ഇവരെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉറവിടം കണ്ടെത്തുക, എല്ലാത്തിനും പിടിച്ച് ജയിലിലിടുക, എന്നിട്ട് നാളെ തന്നെ പുറത്തേക്ക് ഇടുക, വീണ്ടും തുടങ്ങട്ടെ. എനിക്ക് ഈ ഒരു ടീച്ചറോട്, സത്യം പറഞ്ഞ പ്രിൻസിപ്പലിനോട് ഭയങ്കര ദേഷ്യം തോന്നി എന്നുള്ളതാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സംസാരം. അവിടെ നടന്നിട്ടുള്ള ഒരു കൊലപാതക ശ്രമമാണെന്നുള്ള കാര്യം കൂടിയും മനസ്സിലാക്കണം. 5-6 കുട്ടികളെയാണ് നിരന്തരം അവർ ഉപദ്രവിച്ചിട്ടുള്ളത്. അതും ഗവൺമെന്റ് കോളേജിലാണ്. ഈ റാഗിങ്ങിനൊക്കെ എതിരെയായി സംസാരിക്കുന്ന SFIയും KS ഒക്കെ എവിടെയാ, എന്ത് ABVP ഒക്കെ ഉണ്ട് പറഞ്ഞു കിട്ടിയിരുന്നു, ഇവരൊക്കെ എവിടെയാണോ പ്രതികരണമായിട്ട് വരുന്നൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഇത്തരം റാഗിങ്ങുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അവരെ സ്റ്റുഡൻ്റ് ആയിട്ട് കാണാൻ കഴിയില്ല, ചെകുത്താനായിട്ട് കാണാൻ കഴിയില്ല. ആ ചെകുത്താന്മാരെയൊക്കെ തുറങ്കലിൽ അടക്കുക തന്നെ വേണം. പിന്നീട് ഒരിക്കലും പഠിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കുകയും വേണം. അത്രയും നാൾ അവർ നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെന്റുകളെല്ലാം റദ്ദാക്കുകയും വേണം. ഈ ഒരു നിയമം കൊണ്ടുവരാം. തൻ്റെ ഇടമുള്ള വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാ, നമ്മളൊന്ന് കാണട്ടെ. വേറെ ഒന്നും പറയുന്നില്ല. പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നത് വിദ്യാർത്ഥി മേഖലയിലാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചാനൽ ഇഷ്ടമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കിനോട് ചെയ്യാം. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും. അതിനെ സന്ധിയോടൊപ്പം സൈനിങ് ഓഫ്.